ഹലോ, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ റിലേറ്റീവ് പ്രൊണൗണായിട്ടുള്ള ഹോമിനെ കുറിച്ച് പഠിക്കാം. ഈ ഹോം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ ഒബ്ജക്റ്റിന് പകരമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതായത് ഒരേ ഒബ്ജക്റ്റ് വരുന്ന രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഹോം എന്ന് പറയുന്ന റിലേറ്റീവ് പ്രൊണൗൺ യൂസ് ചെയ്യുന്നത്. നമുക്കിനി എക്സാമ്പിൾസ് വെച്ചിട്ട് നോക്കാം. ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ. ഐ ലൈക്ക് ദ ഗേൾ, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ്. ഷീ റൺസ് വെരി ഫാസ്റ്റ്, അവൾ വളരെ വേഗത്തിൽ ഓടുന്നു. ഇവിടെ രണ്ട് സെൻറ്റൻസാണ് നമുക്കുള്ളത്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഐ, അതുപോലെ ഒബ്ജക്റ്റാണ് ദ ഗേൾ. രണ്ടാമത്തെ സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഷീ. ഇവിടെ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റുകൾ വേറെ വേറെയാണ്. എന്നാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒബ്ജക്റ്റിനെ കുറിച്ച് തന്നെയാണ് വീണ്ടും രണ്ടാമത്തെ സെൻറ്റൻസിൽ പറയുന്നത്. ഓക്കെ, ഐ ലൈക്ക് ദ ഗേൾ, എനിക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടമാണ്. പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത്. വീണ്ടും അവളെ കുറിച്ച് പറയാണ് ഷീ റൺസ് വെരി ഫാസ്റ്റ്. വീണ്ടും ആ ഒബ്ജക്റ്റിനെ കുറിച്ച് തന്നെയല്ലേ വീണ്ടും രണ്ടാമത്തെ സെൻറ്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന ഈ രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് ഒറ്റ സെൻറ്റൻസാക്കി മാറ്റാം. നമ്മൾ നേരത്തെ കണ്ട ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഈ രണ്ട് സെൻറ്റൻസുകൾ ഒറ്റ സെൻറ്റൻസാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ നോക്കിയേ, ദ ഗേൾ ഹൂം ഐ ലൈക്ക് റൺസ് വെരി ഫാസ്റ്റ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി വളരെ വേഗത്തിൽ ഓടുന്നു. ഇവിടെ ഞാൻ ഇഷ്ടപ്പെടുന്ന ആരെയാണോ ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടീനെ കുറിച്ചാണ് പറയുന്നത്. ആ പെൺകുട്ടി വളരെ വേഗത്തിൽ ഓടുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നോക്കിയ ഹൂമിന് ശേഷം ഒരു പ്രോണൗണാണ് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ട ഈ രണ്ട് സെൻറ്റൻസുകൾ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം. അത് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുമ്പോൾ ഈ സെൻറ്റൻസുകൾ നമുക്ക് ഇങ്ങനെയായിരിക്കും എഴുതാൻ പറ്റുക. ദ ഗേൾ ഹൂം ഐ ലൈക്ക് റൺസ് വെരി ഫാസ്റ്റ്. ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി വളരെ വേഗത്തിൽ ഓടുന്നു. ഈ രണ്ട് സെൻറ്റൻസുകൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതുന്നത്. ഐ ലൈക്ക് ദ ഗേൾ ഹൂ റൺസ് വെരി ഫാസ്റ്റ്. വളരെ വേഗത്തിൽ ഓടുന്ന ആ പെൺകുട്ടിയെ എനിക്ക് ഇഷ്ടമാണ്. ഈ രണ്ട് സെൻറ്റൻസുകളും നമുക്ക് ഒരേ സമയം സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാം, ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് എഴുതാം. എന്നാൽ പറയുന്ന ആ ഒരു മീനിങ്ങിലാണ് വ്യത്യാസം ഉണ്ടാകുന്നത്. അങ്ങനെ എഴുതാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റ് വേറെയാണ്. അതുകൊണ്ട് നമുക്ക് വേണ്ട മീനിങ്ങിൽ നമുക്കിതിൻ്റെ വ്യത്യാസം വരുത്തി എഴുതാവുന്നതാണ്. ഈ രണ്ട് സെൻറ്റൻസുകളൊക്കെ, ഷീ കൺസൾട്ടഡ് എ ഡോക്ടർ. അവൾ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഹീ ഈസ് വെരി ഫേമസ്. അയാൾ വളരെ ഫേമസ് ആണ്. ഇവിടെ ഷീ ആണ് സബ്ജക്റ്റ് ഫസ്റ്റ് സെൻറ്റൻസിൽ, അതുപോലെ ഒബ്ജക്റ്റ് ഡോക്ടറാണ്. രണ്ടാമത്തെ സെൻറ്റൻസിൽ സബ്ജക്റ്റാണ് ഹീ. ഇവിടെ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റുകൾ വേറെ വേറെയാണ്. എന്നാൽ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ് രണ്ടാമത്തെ സെൻറ്റൻസിൽ വീണ്ടും പറയുന്നത്. നമുക്കിതിന് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുകയാണെങ്കിൽ പറയാം, ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ പറയാം. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഒബ്ജക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ട് ആ ഒബ്ജക്റ്റിനെ കുറിച്ച് വീണ്ടും പറയുമ്പോഴാണ് നമ്മൾ ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയുന്നത്. എന്നാൽ രണ്ട് സെൻറ്റൻസിലെ സബ്ജക്റ്റുകൾ വേറെ വേറെ ആണെങ്കിൽ നമുക്ക് ആ ഒരു സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം. അതായത് നമ്മൾ പറയുന്ന മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം, അല്ലെങ്കിൽ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ നേരത്തെ കണ്ട ആ രണ്ട് രീതിയിലും ഒറ്റ സെൻറ്റൻസുകളാക്കി മാറ്റാൻ പറ്റും. നമുക്കിനി ഈ രണ്ട് സെൻറ്റൻസുകളെ ഒറ്റ സെൻറ്റൻസാക്കി മാറ്റുമ്പോൾ വരുന്ന വ്യത്യാസം എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ് ഒക്കെ, ദ ഡോക്ടർ ഹൂം ഷീ കൺസൾട്ടഡ് ഈസ് വെരി ഫേമസ്. അവൾ കൺസൾട്ട് ചെയ്ത ഡോക്ടർ വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. ഇവിടെ ഹൂം ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒബ്ജക്റ്റിനെ കുറിച്ച് പറയുന്ന സെൻറ്റൻസ് ആണ്. ഹൂം ഷീ കൺസൾട്ടഡ്, ആരെയാണോ അവൾ കൺസൾട്ട് ചെയ്ത ആ ഡോക്ടർ വളരെ ഫേമസ് ആണെന്നാണ് പറയുന്നത്. രണ്ടാമത്തെ സെൻറ്റൻസ് ഒക്കെ, ഷീ കൺസൾട്ടഡ് എ ഡോക്ടർ ഹൂ ഈസ് വെരി ഫേമസ്. അവൾ വളരെ ഫേമസ് ആയ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഹൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്. നമുക്ക് ഈ രണ്ട് സെൻറ്റൻസുകളുടെ മീനിങ്ങിൽ വലിയ വ്യത്യാസം വന്നിട്ടില്ല. അതായത് നമ്മൾ ഇതിന് ഒറ്റ സെൻറ്റൻസ് ആക്കുമ്പോൾ നമ്മൾ ഒന്നും വിട്ട് കളഞ്ഞിട്ടില്ല. എന്നാൽ നമ്മൾ പറയുന്ന മീനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ വാക്കിനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം വരുത്തി നമ്മൾ ചേർത്തിട്ടുണ്ട്.
അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഹൂം എന്ന് പറയുന്നതിന് പകരം നമുക്കവിടെ ഹൂ യൂസ് ചെയ്യാം. അപ്പോൾ ഈ സെൻറ്റൻസ് ദ ഡോക്ടർ ഹൂ ഷീ കൺസൾട്ടഡ് ഈസ് വെരി ഫേമസ് എന്നാവും. എന്ന് വെച്ചാൽ മീനിങ്ങിൽ വലിയ വ്യത്യാസം വരുന്നില്ല. എന്നാൽ നമ്മൾ പറയുന്ന സമയത്താണ് നമ്മൾ കോമൺ ആയിട്ട് ഹൂ യൂസ് ചെയ്യുന്നത്. നമ്മൾ എഴുതുമ്പോൾ കൂടുതൽ ഹൂമാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഹൂമും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ്. നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസിലെ 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് 2 വേറെ വേറെയും എന്നാൽ ഒബ്ജക്റ്റ് ഒരെണ്ണമായിട്ട് വരുന്ന ആ 2 സെൻറ്റൻസുകൾ എങ്ങനെ മാറ്റം വരുത്തി എഴുതാമെന്നാണ് കണ്ടത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് വേറെയും എന്നാൽ ഒബ്ജക്റ്റ് ഒന്നുമായിട്ട് വരുന്ന സെൻറ്റൻസിന് എങ്ങനെ മാറ്റം വരുത്തുന്നു എന്നാണ് നോക്കാൻ പോകുന്നത്. ഈ 2 സെൻറ്റൻസുകളൊക്കെ ഐ സോ അനു, ഞാൻ അനുവിനെ കണ്ടു. യു കോൾഡ് ഹെർ, നീ അവളെ വിളിച്ചു. ഇവിടെ ഈ 2 സെൻറ്റൻസിലെ സബ്ജക്റ്റ് നോക്കിയേ, 2 സബ്ജക്റ്റും വേറെ വേറെയാണ്. എന്നാൽ ഒബ്ജക്റ്റ് നോക്കിയേ അനു. ഈ അനുവിനെ കുറിച്ച് തന്നെയാണ് 2ാമത്തെ സെൻറ്റൻസിലും പറയുന്നത്. ഐ സോ അനു, ഞാൻ അനുവിനെ കണ്ടു. നീ അവളെ വിളിച്ചു. ഈ അവളെന്ന് ഉദ്ദേശിക്കുന്ന ആരെ? ഈ അനുവിനെ തന്നെയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന മീനിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ്: നീ വിളിച്ച അനുവിനെ ഞാൻ കണ്ടു. ഇവിടെ ആരെയാണോ നീ വിളിച്ചത് അവളെ, ആ അനുവിനെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഇവിടെ സബ്ജക്റ്റ് 2 വേറെ വേറെയാണ്. എന്നാൽ ഒബ്ജക്റ്റ് ഒരാളായതുകൊണ്ട് നമുക്ക് ഇവിടെ ഹൂം എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റിനെ കാണിക്കുന്ന പ്രൊണൗൺ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കവിടെ ഹൂ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഈ 2 സെൻറ്റൻസുകളൊക്കെ ഐ മെറ്റ് ദ ടീച്ചർ, ഞാൻ ടീച്ചറെ കണ്ടു. ഐ ലേൺ ഇംഗ്ലീഷ് ഫ്രം ഹെർ, ഞാൻ ഇംഗ്ലീഷ് അവരിൽ നിന്നാണ് പഠിച്ചത്. ഇവിടെ 2 സെൻറ്റൻസുകളാണ്. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഐ, ഒബ്ജക്റ്റാണ് ദ ടീച്ചർ. സെക്കൻഡ് സെൻറ്റൻസിൻ്റെ സബ്ജക്റ്റാണ് ഐ, ഒബ്ജക്റ്റാണ് ഹെർ. ഇതിൽ ഫസ്റ്റ് സെൻറ്റൻസിൻ്റെയും സെക്കൻഡ് സെൻറ്റൻസിൻ്റെയും സബ്ജക്റ്റ് സെയിം ആണ്, എന്നെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ഫസ്റ്റ് സെൻറ്റൻസിൻ്റെയും സെക്കൻഡ് സെൻറ്റൻസിൻ്റെയും ഒബ്ജക്റ്റ് സെയിം തന്നെയാണ്, ടീച്ചറെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ സബ്ജക്റ്റും ഒബ്ജക്റ്റും ഒന്നായി വരുന്ന സെൻറ്റൻസിന് നമ്മൾ ചേഞ്ച് വരുത്തി എഴുതുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത്: ഐ മെറ്റ് ദ ടീച്ചർ ഹൂം ഐ ലേൺ ഇംഗ്ലീഷ് ഫ്രം, ഞാൻ ഇംഗ്ലീഷ് പഠിച്ച ടീച്ചറെ കണ്ടു എന്നാണ് പറയുന്നത്. ആരിൽ നിന്നാണോ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചത് ആ ടീച്ചറെ ഞാൻ കണ്ടു എന്നാണ് പറയുന്നത്. ഈ 2 സെൻറ്റൻസിൽ ഒറ്റ സെൻറ്റൻസിലേക്ക് മാറ്റിയപ്പോൾ ഇതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വന്നിട്ടില്ല, സ്ട്രക്ചറിൽ ചെറിയ വ്യത്യാസങ്ങളാണ് വന്നിരിക്കുന്നത്.